അമേരിക്ക ഉപാധികൾ അംഗീകരിക്കാത്തിടത്തോളം ഹോർമുസ് തുറക്കലെന്ന നിലപാടുമായി ഇറാൻ. ഹോർമുസിൽ പുതിയ കപ്പൽ പാത എന്ന ആശയം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിനിടെയാണ് ഇറാൻ നിലപാട് കടുപ്പിക്കുന്നത്. UAE എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രതിഷേധം കടുക്കുകയാണ്. വിനോദുണ്ട്. വിനോദ്, ഈ വിഷയത്തിൽ ഇറാൻ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഹോർമുസിൽ സംഭവിക്കാൻ പോകുന്നത്? ഒപ്പം ഇതിൽ പശ്ചിമേഷ്യയിലെ സമാധാന വിഷയങ്ങൾ ഉടൻ ഉണ്ടാകും, ഇറാൻ ഏറെക്കാലം മുന്നോട്ട് പോകാനാവില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് നിലപാടെടുത്തിട്ടുണ്ടല്ലോ. എന്താണ് സംഭവിക്കുന്നത്? സൈത്ത്, ഹോർമൂസിൽ ഇപ്പോഴുള്ള പാതയുടെ കാര്യത്തിലാണ് ഇറാൻ്റെ പ്രധാന പിടിവാശി. ആ പാതയിലുള്ള അവരുടെ പരമാധികാരം അത് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ഇറാൻ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഒമാനുമായി ചേർന്ന് ഇപ്പോൾ ഒരു സമാന്തര പാത, ഹോർമൂസിലൊരു സമാന്തര പാത തുറക്കാനുള്ള തീരുമാനം, അതിനോട് ഇറാൻ അനുകൂലമായാണ് പ്രതികരിക്കുന്നത്. അതിൻ്റെ കരാറിൻ്റെ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും അമേരിക്കയുടെ നിലപാട് വ്യക്തമാകണം. ഹോർമൂസിൽ ഇപ്പോഴുള്ള പാത, അതിൽ അമേരിക്കയുടെ അധീശത്വമോ അല്ലെങ്കിൽ അമേരിക്ക മറ്റ് രാജ്യങ്ങളെ, അത് ഗൾഫിലെ രാജ്യങ്ങളെയൊക്കെ തന്നെ പങ്കാളികളാക്കാനുള്ള ചില നീക്കം നടത്തുന്നുണ്ട്. അതൊന്നും തന്നെ അംഗീകരിക്കാനാവില്ല. അങ്ങനെയെങ്കിൽ ഹോർമൂസിൽ 2 പാതകളാകും ഇനി ഉണ്ടാകുക. നേരത്തെ ഉള്ള പാത, അതിൽ ആ പാതയിൽ പൂർണ്ണമായ അധികാരം തങ്ങളിൽ തന്നെ നിലനിർത്തണമെന്ന ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സമാന്തര പാത അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സമാന്തര പാത എന്ന തീരുമാനത്തോട് അനുകൂലമായ നിലപാടെടുക്കാമെന്ന ഒരു തരത്തിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ കപ്പലാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചത്. ഇതിൽ വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ്. കാരണം UAEയുടെ 16ാമത്തെ കപ്പലാണ്. ഈ സംഘർഷം തുടങ്ങിയ ശേഷം UAEയുടെ തന്നെ 16ാമത്തെ കപ്പലാണ് ഈ തരത്തിൽ ആക്രമിക്കപ്പെടുന്നത്. അതിൽ പ്രത്യേകിച്ച് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ കപ്പലുകളാണ് ഇതെല്ലാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലത്തെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ കപ്പലുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. മാത്രമല്ല, അവരുടെ എണ്ണ വ്യാപാരത്തെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെ പ്രതിഷേധം അത് കൂടുതൽ ശക്തമാവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധത്തിനപ്പുറത്തേക്ക് മറ്റ് ലോകരാജ്യങ്ങളുടെ സഹായം കൂടി അഭ്യർത്ഥിക്കുന്ന തരത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോവുകയാണ്. GCC സെക്രട്ടറി ജാസിം മുഹമ്മദും അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങൾ കൂട്ടായി തന്നെ ഇറാൻ്റെ ആക്രമണത്തെ എതിർക്കുന്നു. അതേസമയം ഇറാൻ പറയുന്നത്, നിങ്ങൾ സ്വന്തം നിലപാടിൽ നിൽക്കൂ, സ്വന്തം നയങ്ങളുമായി മുന്നോട്ട് വരൂ, അമേരിക്കയുടെ വാക്കുകൾ കേൾക്കാതിരിക്കൂ എന്ന കാര്യമാണ് ഇറാൻ പറയുന്നത്. ചില നിർണായക നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇറാഖിൻ്റെ എണ്ണ അത് ഹോർമൂസ് വഴി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് സൗദിയുമായുള്ള ചർച്ച, നേരത്തെ സൗദിയും ഇറാഖും തമ്മിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചതായിരുന്നു. അതിനിടയിലാണ് ഇറാഖിലേക്ക് സൗദിയുടെ കൂടി സംയുക്ത ആക്രമണം അമേരിക്ക നടത്തിയത്. ഇതോടുകൂടിയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെ ഉലയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ സൗദി ഇൻ്റലിജൻസ് മേധാവി ഖാലിസ് ഹുമൈദാൻ ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സൈദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നേരിട്ട് തന്നെയാണ് സൗദിയുടെ ഇൻ്റലിജൻസ് മേധാവി ഇറാഖിലേക്ക് എത്തിയത്. അടുത്ത ആഴ്ച തന്നെ ഇവർ തമ്മിലുള്ള, അതായത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗികമായ ചർച്ചകൾ നടക്കും, അതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സൗദിയും ഇറാഖുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ അത് ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രധാനമായും അങ്ങനെയെങ്കിൽ ഇറാൻ ഒന്ന് അയയാൻ സാധ്യതയുണ്ട്. കാരണം ഇറാനിലെ തീവ്ര ഗ്രൂപ്പുകൾ ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സൗഹൃദ രാഷ്ട്രമാണ് ഇറാഖ്. സൗദിയിൽ നിന്നൊക്കെയുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ സൗദിക്ക് നേരെ ഇറാഖിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഇറാനെ പിന്തുണച്ചുകൊണ്ടാണ് ഇറാഖ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ മുസ്തഫയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ആശങ്കകളും ഒരു വശത്ത് നിൽക്കുകയാണ്. മുസ്തഫ ഖമേനി മരിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ, നേരത്തെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ഇപ്പോൾ മരണപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇറാൻ കൂടുതൽ പ്രതിരോധത്തിലാകുമോ എന്നതാണ് അമേരിക്കയും ഇസ്രയേലും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരമാധികാരി നഷ്ടപ്പെട്ടാലും അവർ IRGCയുടെ നേതൃത്വത്തിൽ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ്. ആയുധശേഷിയുടെ കാര്യത്തിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ മൊസാദിനൊക്കെ തന്നെ അളക്കാൻ കഴിയുന്നതിൻ്റെ എത്രയോ മടങ്ങ് ശക്തി ഇറാന് ഉണ്ടായിരുന്നു എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹോർമൂസിലെ സമാന്തര പാതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപക്ഷെ അമേരിക്ക നിലപാടുകൾ ഒന്ന് അയഞ്ഞാൽ അല്ലെങ്കിൽ അയവ് വരുത്തിയാൽ ഇറാൻ ഈ 2ാമത്തെ പാതയെ അംഗീകരിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യ ശാന്തമാകുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. സജിത്ത്, അങ്ങനെയാണ് സാഹചര്യം. എന്തായാലും അമേരിക്ക ഇറാനെ ഏറെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. ഇറാനും കടുത്ത നിലപാടുകൾ തുടരുകയാണ്.